ആരുടെയൊക്കെയോ നിയന്ത്രണത്തിന് വിധേയമായി ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്കു വേണ്ടി നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, കൈയടിക്കാനോ അംഗീകരിക്കാനോ ആരുമില്ലാത്തവർ. ആ അവസ്ഥയെ തരണം ചെയ്യുവാനായി അവരോട് നിശാഗന്ധിക്ക് എന്താണോ പറയാനുണ്ടാവുക? വർഷങ്ങൾക്ക് മുൻപാണ് ONV കുറുപ്പിന്റെ നിശാഗന്ധി എന്ന കവിത വായിക്കുന്നത്. എത്ര കാലം ജീവിച്ചിരുന്നു എന്നതാണോ, ജീവിച്ചിരുന്ന കാലം എങ്ങനെയായിരുന്നു, അത് കുറഞ്ഞതായാലും കുറഞ്ഞ കാലയളവായാലും ജീവിച്ചിരുന്ന കാലം എങ്ങനെയായിരുന്നു എന്നതാണോ ജീവിതത്തെ മഹത്വപൂർണമാക്കുന്നത്? ചില രാഷ്ട്രീയ വ്യവസ്ഥിതികൾ, സാമൂഹ്യ വ്യവസ്ഥിതികൾ, ഇതിന്റെയൊക്കെ ഫലമായി സ്വന്തം അസ്തിത്വം, സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരോട് നിശാഗന്ധി എന്ന പുഷ്പം എത്ര മനോഹരമായാണ് ഈ കവിതയിലൂടെ സംവദിക്കുന്നത്. നിശാഗന്ധി, നീ എത്ര ധന്യ, നീ വിരിയുന്നത് ഒരു രാത്രിയിലാണ്. രാത്രിയിൽ ആരാണ് കൈയടിക്കാനുള്ളത്, ആരാണ് അംഗീകരിക്കാനുള്ളത്, ആരാണ് ആരാധിക്കാനുള്ളത്? എന്നിട്ടും ആ ഒറ്റ രാത്രിയിൽ വിശ്വപ്രപഞ്ചത്തിന്റെ സമസ്ത സൗന്ദര്യവും തപസ്സും തന്നിലേക്ക് ആവാഹിച്ച് വിരിയുന്ന നിശാഗന്ധി ലോകത്തിന് അതിമനോഹരമായ വെണ്മയും സുഗന്ധവുമാണ് നൽകുന്നത്. നിശാഗന്ധി വിരിയുന്നത് രാത്രിയിലാണ്. സൂര്യോദയത്തിന് മുമ്പ് അത് കൊഴിഞ്ഞു പോകുന്നു. എത്ര കാലം ജീവിച്ചിരുന്നു എന്നതല്ല, ജീവിച്ചിരുന്ന കാലം എങ്ങനെയായിരുന്നു എന്നതാണ് ഒരു ജീവിതത്തെ മഹത്വപൂർണമാക്കുന്നത്. ആയുസ്സിന്റെ ദൈർഘ്യത്തെക്കാൾ വലുത് ആത്മപ്രകാശനമാണ്. നിശാഗന്ധി വിരിയുന്നത് ആരെയെങ്കിലും കാണിക്കാനോ, ആരുടെയെങ്കിലും അഭിനന്ദനം നേടാനോ, ആരാലും ആരാധിക്കപ്പെടാനോ അല്ല. അത് വിരിയുന്നത് രാത്രിയിലാണ്. ഫലയിച്ച കൂടാതെ കർമ്മം ചെയ്യുക എന്ന ഗീതാവചനം പോലെ അത് തന്റെ കർമ്മം പൂർത്തിയാക്കി മടങ്ങുന്നു. കവി പറയുന്നുണ്ട്, നിൻ മനസ്സിൽ തുടിക്കും പ്രകാശം പുറത്തില്ല. പുറത്ത് ഇരുട്ട് തന്നെയാവട്ടെ, എത്ര വലിയ പ്രതിസന്ധികളുമാവട്ടെ, സ്വന്തം ഉള്ളിലെ നന്മയുടെ വെളിച്ചത്തിൽ വിശ്വസിക്കുക. സദാ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക. ചുറ്റുമുള്ളത് എത്ര രൂക്ഷമായ ഇരുണ്ട പ്രതിസന്ധിയാണെങ്കിലും സ്വന്തം സ്വത്വവും സ്വന്തം മനസ്സിലെ നന്മയും സ്വന്തം വ്യക്തിത്വവും കൈവിടാതെയിരിക്കുക. വെറുമൊരു മൺചട്ടിയിൽ വിരിയുന്ന നിശാഗന്ധിയുടെ പുഞ്ചിരിയെ കവി വിശേഷിപ്പിക്കുന്നത് മഡോണ സ്മിതം എന്നാണ്. എത്ര ചെറിയ സാഹചര്യമാണെങ്കിലും ചിന്തകൾ ഉന്നതമായിരിക്കണം. ലാളിത്യത്തിലും ആ ഉയർന്ന ചിന്തകൾ നമ്മുടെ കൂട്ടിനുണ്ടായിരിക്കണം. നിശാഗന്ധി വിരിയുന്നത് ഒരു മൺചട്ടിയിലാണ്. മൺചട്ടിക്ക് പരിമിതികളുണ്ട്. അതിന് ഇത്രയേ നൽകാനാവൂ എന്ന് സമൂഹം ആദ്യമേ തന്നെ വിധിക്കുന്നു. എന്നാൽ അതിനെതിരെ ഒരു വിപ്ലവകാരിയെ പോലെ തന്റെ സ്വത്വം ഉയർത്തിപ്പിടിക്കുകയാണ് നിശാഗന്ധി ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാടല്ല നമ്മുടെ സ്വത്വത്തെ നിശ്ചയിക്കുന്നത്. സമൂഹം നൽകുന്ന ലേബലുകളേക്കാൾ വലുതാണ് നമ്മുടെ ഉള്ളിലെ ആന്തരിക ശക്തി. മറ്റൊരാൾ പ്രശംസിച്ചാലോ അംഗീകരിച്ചാലോ മാത്രമേ എനിക്ക് വിലയുള്ളൂ എന്ന ചിന്തയിലാണ് അന്യവൽക്കരണത്തിന്റെ തുടക്കം. ഇവിടെ നിശാഗന്ധി ആരും പ്രശംസിക്കാനില്ലെങ്കിലും ആരാലും ആരാധിക്കപ്പെടാനില്ലെങ്കിലും ആ രാത്രിയിൽ മന്ദസ്മിതത്തോടെ വിരിഞ്ഞു നിൽക്കുന്നു. നിശാഗന്ധി വിരിയുന്നത് സ്വന്തം ഉള്ളിലെ പ്രകാശത്തെ പുറത്തെടുക്കാനാണ്. നമ്മളുടെ മൂല്യം ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതെ ഇരിക്കുക. നമ്മുടെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ ജീവിതം ധന്യമാവുന്നു. നിശാഗന്ധിയെ പോലെ പുറത്തെ ലോകത്തിന് നൽകാൻ കഴിയാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുമ്പോൾ നിങ്ങൾ ആ വ്യവസ്ഥിതിയേക്കാൾ കരുത്തനാവുന്നു. സമൂഹം നമ്മുടെ വ്യക്തിത്വത്തെ അവരുടെ കാഴ്ചപ്പാടിൽ തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ, അവർ വരച്ച ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, സ്വയം ആ വിശ്വപ്രപഞ്ചത്തിന്റെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ച് ഉള്ളിലെ ആത്മചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ഒരു തപസ്വിനിയായി സ്വന്തം കർമ്മം ചെയ്യുക. അതാണ് നിശാഗന്ധി നമ്മോട് പറയുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയുടെ മൂല്യം സ്വയം തിരിച്ചറിയുന്നുവെങ്കിൽ എന്തിനാണ് അഭിനന്ദനങ്ങളും കയ്യടികളും? സ്വയം ആത്മസംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുമ്പോൾ അവിടെ സ്വയം തിരിച്ചറിയുന്ന കരുത്തുള്ള വ്യക്തിയുടെ ശക്തി ഉണരുന്നു. ഒരു വിപ്ലവകാരിയെ പോലെ ചുറ്റുമുള്ള അടിച്ചമർത്തുന്ന ഇരുട്ടിനെ വകവയ്ക്കാതെ സ്വന്തം ഉള്ളിലെ പ്രകാശത്തെ സദാ ജ്വലിപ്പിക്കുവാൻ നിശാഗന്ധി ശ്രമിക്കുന്നു. സ്വന്തം ഉള്ളിലെ ശക്തിയും സ്വന്തം ഉള്ളിലെ ചൈതന്യവും സ്വന്തം മൂല്യവും സ്വയം തിരിച്ചറിയുക, മറ്റൊരാളുടെ അംഗീകാരങ്ങളിലൂടെയല്ല.
ജനിച്ചെന്ന തെറ്റിനു ജീവിക്കപ്പെടുന്ന പോലെ ആരുടെയൊക്കെയോ നിയന്ത്രണത്തിനു വിധേയമായി ആരുടെയൊക്കെയോ ഇഷ്ടത്തിനു വിധേയമായി ജീവിക്കുകയാണെങ്കിൽ സ്വന്തം ചിന്തകളുടെ ഉന്നതിയെ സാക്ഷിയാക്കി സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ് നിശാഗന്ധിയെ പോലെ സ്വയം പ്രകാശിക്കുക. ONV കുറുപ്പിന്റെ നിശാഗന്ധി എന്ന കവിതയിലെ വരികൾ ഒരു തണുത്ത നിലാവ് പോലെ വായനക്കാരന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു.